ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മുടെ പുതുവർഷമായിരുന്നു, ചിങ്ങം 1 അപ്പോൾ നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ പുതിയ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ നിരന്തരം അനലൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതല്ല എങ്കിൽ ഓണവും ക്രിസ്മസും വിഷുവും ഒക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് ഏത് തലത്തിലാണെങ്കിൽ പോലും ആ മനസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ കഴിയണം. ഈ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതുവരെ വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അത് ശരിയായിട്ടുള്ള അറിവുകളുമുണ്ട്, തെറ്റായിട്ടുള്ള അറിവുകളുമുണ്ട്. അപ്പോൾ ആ തെറ്റായിട്ടുള്ള അറിവുകളുടെ പശ്ചാത്തലത്തിൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം, അതിനെ നമുക്ക് ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ എത്രത്തോളം നമ്മൾ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാറ്റം നമ്മളിൽ സാധ്യമാകില്ല. കാരണം നമുക്കറിയാം, ഒരു ദിവസം ഏകദേശം 70,000 മുതൽ 80,000 തോട്ട്സ് വരെ നമ്മുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബ്രെയിനിൽ കൂടി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റെപ്പറ്റീറ്റീവായിട്ടുള്ള തോട്ട്സുകളാണ് വരുന്നത്, അല്ലേ? റിപ്പീറ്റ് ചെയ്ത് വരുന്ന തോട്ട്സുകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് പ്രാപ്യമാകുമെന്ന്, അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ അത് എങ്ങനെ നമുക്ക് ധരിപ്പിക്കുവാൻ കഴിയും എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതുപോലെ തന്നെ വാചകങ്ങൾ നിരന്തരമായിട്ട് ഉരുവിടുക എന്നുള്ളതാണ്. അത് വെറുതെ നമ്മൾ ഉരുവിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അതിലൊരു ഫീലിംഗ് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതായത്, എനിക്ക് നല്ല രീതിയിൽ പണമുണ്ടാക്കണം, അല്ലേ? എനിക്ക് പണക്കാരനാകണം, അല്ലെങ്കിൽ സമ്പന്നനാകണം. ആ സമ്പന്നനാകണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ അഫർമേഷനായിട്ട് നമ്മൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ പറയുന്നത്. അപ്പോൾ ആ സമ്പന്നനാകണം എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം അതിലുണ്ടാകണം, തീവ്രമായിട്ടുള്ളൊരു വാശി നമുക്കതിനകത്തുണ്ടാകണം, അതായിത്തീരുമെന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയുന്നത്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ അതിൽ ആ ഒരു ഫീലോട് കൂടി നമ്മൾ അത് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സ് ഒന്നിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുക, സമ്പത്തുണ്ടാക്കുക എന്നുള്ളതിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുകയാണ് ഈ അഫർമേഷൻസ് പറയുന്നതിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നല്ല രീതിയിൽ ഫീലോടുകൂടി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആയിത്തീരണമോ അതിന് തക്കതായിട്ടുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വർഷം തുടങ്ങുവാനായിട്ട് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.